അദാനി മോദി കൂട്ടുകെട്ടിൽ രാജ്യത്ത് നടക്കുന്നത് വൻ അഴിമതിയാണെന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള മറുപടി കോടതി തന്നെ കൊടുത്തു കഴിഞ്ഞു. കൂലിക്കെഴുതുന്ന ഏതോ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ച ഹർജിക്കാരന് കോടതിയുടെ താക്കീതും കിട്ടിയിട്ടുണ്ട്. ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൊതുതാൽപര്യ ഹർജികൾ നൽകരുതെന്നാണ് കോടതി പറഞ്ഞത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. വിദഗ്ധ സമിതി അംഗങ്ങൾക്ക് അദാനിയുമായി ബന്ധമില്ലെന്നും കോടതി വ്യക്തമാക്കി. നിയമലംഘനം ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിക്കണം, നിയമമനുസരിച്ച് നടപടിയെടുക്കണമെന്നും കോടതി പറഞ്ഞു. മാത്രമല്ല, ഓഹരി വിപണിയിലെ സുതാര്യതയ്ക്ക് വിദഗ്ധ സമിതി നൽകിയ ശുപാർശകൾ നടപ്പാക്കണം. അന്വേഷണാത്മക പത്രപ്രവർത്തനം വഴി വരുന്ന ഇത്തരം റിപ്പോർട്ടുകൾ സെബി പരിഗണിക്കണം. ഇത് തെളിവായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഓഹരി വിപണിയെ സ്വാധീനിച്ചോ എന്ന ആരോപണവും പരിശോധിക്കണം. സെബിയുടെ അന്വേഷണത്തിന് 3 മാസത്തെ സമയം കൂടി അനുവദിച്ചു. ഹർജിക്കാരെ കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യായമായ വിഷയങ്ങൾ കൊണ്ടുവരാനാണ് പൊതുതാൽപര്യ ഹർജി. ആധികാരികമല്ലാത്ത റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൊതുതാൽപര്യ ഹർജികൾ നൽകരുതെന്നും കോടതി പറഞ്ഞു. മോദിക്കെതിരെ അദാനിയെ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് കരുതിയിരുന്ന രാഹുൽ ഗാന്ധിക്കും മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കും നിരാശ നൽകുന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സീഡ് ന്യൂസ്, കോഴിക്കോട്.